എടേ ബോബി ചെമ്മണ്ണൂർ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ വെളിയിൽ. ഞാൻ അങ്ങനത്തെ ചെറിയ തമാശകളൊക്കെ പറയും, പിന്നെ അതൊക്കെ വിട്ടുകളയും. അത് സീരിയസ് ആയിട്ട് പറയുന്നതല്ല, ഒരു ചെറിയ തമാശ. ഇതൊക്കെയാണ് തമാശ. സ്വന്തം അമ്മയടുത്തും പെങ്ങളടുത്തും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരാൾ വന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടൂ. ഇപ്പൊ കേസെടുക്കും, ജാമ്യമില്ല വകുപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് വരണ്ടിട്ടുണ്ട് കേട്ടോ. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും അകത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പേടിയൊക്കെ വരും മനുഷ്യര്. ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഹണി റോസിന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറയുന്ന ആളല്ല. ആ സമയത്ത് മാനേജറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2-3 പ്രാവശ്യം സ്റ്റേജുകളിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അരുൺകുമാർ ചോദിക്കുകയുണ്ടായി, എന്തോ മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ ക്യാരക്ടറായിട്ടാണല്ലേ ഹണി റോസിനെ രൂപിച്ചത്? അതെ, ഞാൻ പണ്ട് ഹിന്ദി സീരിയൽ കാണുന്ന സമയത്ത് ഹണി റോസിനെ പോലെയുള്ള ഒരു 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 നടിയുണ്ടായിരുന്നു, നല്ല സൗന്ദര്യമുള്ള നടിയാണ് ഞാൻ. അപ്പോൾ ആ നടിയെ കാണുമ്പോൾ എനിക്ക് ഹണി റോസിന് ഓർമ്മ വരും എന്നാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അപ്പോൾ അരുൺകുമാർ ചോദിച്ചാൽ ആ നടിയുടെ പേര് ഓർമ്മയുണ്ടോ? അപ്പം ഞാൻ നടിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. മറന്നാണ് പണ്ട് കണ്ടല്ലേ. അങ്ങനെ അപ്പോൾ പിപ്പിളി ചോദിച്ചു, ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ഈ ഓരോ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ രീതികളിലൊക്കെ ഹണി റോസ് നിൽക്കുമ്പോൾ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. വേറെ ഒരു പരിപാടിയിൽ വന്നപ്പോൾ വേറെ എന്തോ ഒന്നും കൂടെ പറഞ്ഞു എന്ന്. എൻ്റെ പൊന്ന് ബോബി ചെമ്മണ്ണൂരെ, വീണടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം സ്റ്റേഷനിലാവുക അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ഇതുപോലെ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഒന്നീ നിങ്ങൾ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കേസ് പറഞ്ഞെങ്കിൽ ഞാൻ ഏറ്റോളാം, അങ്ങനെ പറയാം. അത് നമ്മൾ PC ജോർജിനെ കണ്ടുപിടിക്കണം. എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളി വന്നിട്ട് അയ്യോ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് 2 തരം ആൾക്കാരാണ്. ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ മാസ് കാണിച്ചിട്ട് പ്രശ്നം വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും, അല്ലാതെ രണ്ടാമത്തത് നാട്ടുകാരുടെ മുമ്പിലും ഇപ്പോൾ ഇനി ഒരു കേസ് വന്നാലും എനിക്കത് പുല്ലാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം ഇതുപോലുള്ള സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെടുത്ത് ദ്വയാർത്ഥ പ്രകാരം സംസാരിച്ച് ഒരു സുഖം കണ്ടെത്തുന്ന ഒരാളായി ബോബി ചെമ്മണ്ണൂർ. അത് മാറിയതല്ല, ബോബി ചെമ്മണ്ണൂർ അങ്ങനെ തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുന്ന രീതി ശരിയല്ല. ഒരു ആങ്കറിൻ്റെ അടുത്ത് പോലും, ഒരു സ്ത്രീ ആങ്കർ ആണെങ്കിലും പുരുഷ ആങ്കർ ആണെങ്കിലും പുള്ളി സംസാരിക്കുന്ന ഡയലോഗുകളെല്ലാം ദ്വയാർത്ഥ പ്രകാരമായിട്ടുള്ള ഡയലോഗുകളാണ്. അപ്പോൾ ആരും അതിനെ വിമർശിക്കാത്തത് കൊണ്ട് പുള്ളിക്കും അതൊരു ഉത്തേജകമായി, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് കരുതി പുള്ളി വീണ്ടും അത് പറയുകയുണ്ടായി. എന്നാൽ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇതേപോലെ ഹണി റോസിന് സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി ഒരു മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുൻഭാഗം കാണുന്നുണ്ട്, പിൻഭാഗവും സൗന്ദര്യമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരുത്തനായിട്ട് മാത്രമേ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ചിലർക്ക് അതൊക്കെ ഒരു വിനോദോപാധിയായിരിക്കും. ഇങ്ങനത്തെ ഒരു വീഡിയോകൾ കണ്ടിട്ട് ബോബി ചെമ്മണ്ണൂർ മാസ് എന്നൊക്കെ പറയുന്ന ഒരു 10% ആൾക്കാരെ കാണുള്ളൂ എങ്കിലും 90% ആൾക്കാരും ബോബി ചെമ്മണ്ണൂരിനെതിരായിരുന്നു എന്ന് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ആ 10% ആൾക്കാർക്ക് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇതുപോലെ കിടന്ന സ്റ്റേജുകളിലും ഇൻ്റർവ്യൂകളിലും ഇതുപോലെ ഓരോ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആങ്കറിനെയും ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന നടിമാരെയും ഇങ്ങനെയൊക്കെ സ്വന്തം അമ്മയോടും പെങ്ങളോടും സംസാരിച്ച് ശീലമുള്ള ഭാഷയിൽ സംസാരിച്ച് ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനൊരു കേസിൻ്റെ പിറകെ പോകുമെന്ന് ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും വിചാരിച്ചു കാണില്ല. പക്ഷേ ഹണി റോസിൻ്റെ അതിരുകൾ വിട്ടു എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. കാരണം ഹണി റോസ് ഇല്ലാത്ത വേദികളിൽ പോലും ഹണി റോസിനെ കുറിച്ച് പറയുന്ന മോശമായ പരാമർശങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. എന്നിട്ട് ഒരു കേസ് വരുമ്പോഴത്തേക്കും മാളത്തിൽ എലി ഒളിക്കും പോലെ ഒളിച്ച് ഇപ്പോൾ ഒളിവിലാണെന്നാണ് കേട്ടത്. എന്നിട്ട് പണം വാരി എറിയുകയാണ് പുള്ളി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേരള പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഉടനെ തന്നെ പൊക്കും. കാരണം ഇതുപോലുള്ള കേസുകളൊന്നും ഏത് വലിയ രാഷ്ട്രീയ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു കേസിനൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാരും അതിശക്തമായി വിളിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം ഇത്രയും വെളി വന്ന ഒരു ന്യൂസാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ജീവിതം പോലും പിന്നെ വഴിയാതാകുന്ന കേസാണ്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്തായാലും അറസ്റ്റ് ചെയ്യും. ബോബി ചെമ്മണ്ണൂരിന് ഇനി മുൻകൂർ ജാമ്യം കിട്ടിയാൽ ചിലപ്പോൾ പൈസകൾ വാരി അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇന്ത്യയിൽ മുൻകൂർ ജാമ്യം കിട്ടും. അപ്പോൾ ചിലപ്പോൾ മുൻകൂർ ജാമ്യം നേടി ബോബി ചെമ്മണ്ണൂർ വീണ്ടും പുറത്തിറങ്ങി വിലസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഒരു സ്ത്രീയോട് മോശമായ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തോട് സംസാരിക്കുന്ന ഏതൊരു നടനായാലും ഏതൊരു പണക്കാരനാണെങ്കിലും ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഇത് അവർക്കൊരു പാഠമായിരിക്കും. അപ്പം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവസ്ഥയായിട്ട് സ്ഥിതി വരെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ.